അങ്ങനെ CPIയുടെയും CPIMന്റെയും കൈകൾ കോർത്താലോന്ന് ഒരാലോചന. നമ്മുടെ മുമ്പിൽ ഭാവിയെപ്പറ്റി പറയുമ്പോഴെങ്കിലും ഐക്യം എന്നതിനെപ്പറ്റി ലക്ഷ്യമായി പ്രഖ്യാപിക്കാൻ കാലമായി അത് വേകാൻ പാടില്ല എന്നാണ് CPIയുടെ കാഴ്ചപ്പാട്. പക്ഷെ പണ്ടത്തെ പിളർപ്പിന്ന് ഒരടിങ്ങോട്ട് മുന്നോട്ട് വെക്കാൻ ബാലൻ സഖാവിന് കഴിയണില്ല. പക്ഷേ പറ്റിപ്പോയ തെറ്റുകൾ തിരുത്താനുള്ള അവസരം ജനാധിപത്യത്തിലുണ്ട്, എപ്പോഴും. ഇപ്പോൾ പ്രത്യയശാസ്ത്രപരമായി, രാഷ്ട്രീയമായി, സംഘടനാപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസത്തിൻ്റെ ഒരു ഘട്ടത്തിലാണല്ലോ CPIM രണ്ട് പാർട്ടികളായി രൂപപ്പെട്ടത്. അതാണ് ട്രാക്ക് മാറി സഞ്ചരിക്കാനുള്ള കാലായി എന്നാണ് ബിനോയ് സഖാവിന്റെ കണ്ടെത്തൽ. ലക്ഷ്യം പ്രഖ്യാപിക്കാൻ കാലമായി. അതെ, കാലം ഒരുപാട് മാറി. പണ്ട് പറഞ്ഞതൊക്കെ മാറ്റി പറയേണ്ട കാലം വന്നു. ഭൂമി പരന്നതാണെന്നാണ് സാങ്കല്പികത്വം. അന്ന് പഠിപ്പിച്ചതും ഭൂമി പരന്നതാണ്. ഇന്നതാണോ പഠിപ്പിക്കുന്നത്? പഠിപ്പിക്കുന്നതൊക്കെ മാറി, ഉന്നത വിദ്യാഭ്യാസമൊക്കെ മാറി. ബാലൻ സഖാവ് പറയണോട് തന്നെ നിന്നാ മതിയോ ടീച്ചറെ? നമ്മൾ ആഗോളവൽക്കരണത്തിന്റെ 3.5 പതിറ്റാണ്ട് പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. അപ്പനി കാത്തു നിൽക്കണ്ട, നാളെ തന്നെ അങ്ങോട്ട് ഒന്നിക്കാം. നാളെ ഒന്നാകുമെന്നല്ല ഞാൻ പറയുന്നത്. പിന്നെന്താണ് നമ്മളെ ലക്ഷ്യം? എന്താണ് CPI ലക്ഷ്യമാക്കുന്നത്? ലയനമല്ല. ബാലൻ സഖാവേ, ഇത് ലയിക്കൊന്നും വേണ്ട. നമുക്കിത് രണ്ടും കൂടെ ഒന്ന് കൂട്ടിക്കെട്ടി പോയാലോ? കൂട്ടിക്കെട്ടുണ്ടാക്കാൻ പറ്റില്ല. നമ്മൾ രണ്ട് വിപ്ലവകാരികൾ തമ്മിൽ വഴക്കുണ്ടാകരുത്. കൂട്ടിക്കെട്ടുണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ കൂട്ടിക്കെട്ടല് നടക്കൂല. വേറെ ഇപ്പൊ എന്താ ബിനോയ് സഖാവേ നടക്കാൻ പറ്റുന്ന ഒരു ആഗ്രഹം പറയും. തത്വനിഷ്ഠമായ ഒരു പുനരുദ്ധീകരണം, അതാണ് CPI നയം. ബാലാട്ടാ, മൂപ്പര് നല്ല താല്പര്യത്തിലാട്ടോ. ഒരാഗ്രഹ പ്രകടനം എന്നുള്ള നിലയിൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് കൂട്ടിക്കെട്ടുണ്ടാക്കാൻ പറ്റില്ല. ഏച്ചുകൂട്ടിയാലും മുഴച്ചിരിക്കും. ഈ കഷ്ണായ മുണ്ടിനെ കോർത്തിണക്കി കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും കീറുമല്ലോ. അപ്പൊ കൂട്ടിക്കെട്ടല് നടക്കൂല. കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞാൽ വീണ്ടും കീറൂല്ലേ? ബിനോയ് സഖാവേ, സംഗതി ആവും നടക്കൂല കേട്ടോ. കൂട്ടിക്കെട്ടിയാല് പിന്നെ അത് കീറുന്നാണ് ബാലൻ സഖാവ് പറയണേ. അത് പിടിച്ചു കുലുക്കിയാൽ വരില്ല. അതായത് ബാലൻ സഖാവേ, നമ്മൾ മാങ്ങ കുലുക്കി ചാടിക്കണത് പോലെ നിന്ന് കുലുക്കിയാലൊന്നും ഐക്യം വരൂലെന്ന്. പ്രത്യയശാസ്ത്ര രാഷ്ട്രീയ കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസം ഇപ്പോഴും ഉണ്ട്. ഇത് നടക്കൂല ബിനോയ് സഖാവേ. ബാലേട്ടൻ ഒരു അടിക്ക് വിട്ടു തരുന്നില്ല. അത് പ്രക്രിയ, സംവാദങ്ങൾ വേണ്ടി വരും, ചർച്ച വേണ്ടി വരും. അപ്പൊ ചർച്ചക്ക് റെഡിയാണ്. ഇനി പറയും ബാലൻ സഖാവേ, നിങ്ങൾ ആദ്യത്തെ പ്രശ്നം എന്താണ്? ഇന്ത്യ രാജ്യം ഫാസിസ്റ്റ് ഭരണത്തിന് കീഴിലാണെന്ന്, അതിനോട് യോജിക്കാൻ സാധിക്കില്ല എന്നുള്ളത് CPIMന്റെ വ്യക്തമായിട്ടുള്ള നയമാണ്. അപ്പൊ ആ നയം മാറ്റൽ നടക്കുമോ ബിനോയ് സഖാവേ? ആ ഗവൺമെന്റിനെ ഞങ്ങൾ ഫാസിസ്റ്റായി കാണുന്നു. CPIMനും അത് തിരുത്തേണ്ടി വരും. അത് തിരുത്തോ അതോ ബിനോയ് സഖാവിനെ ആർക്കെങ്കിലും പറഞ്ഞ് പഠിപ്പിക്കാൻ കഴിയുമോ? കുട്ടിയെ, ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ തർക്കുത്തരം പറയാനല്ല ഞാനിവിടെ നിൽക്കുന്നത് എന്ന് ഞാൻ ആദ്യം ഓർമ്മിപ്പിക്കുകയാണ്. ഇതൊന്നുമല്ല, ഇത് വസ്തുതയെ, ഒരു സത്യത്തെ വസ്തുതയായിട്ട് കണ്ട്. ഇപ്പോൾ പകലാണ് എന്നുള്ളത് നമ്മൾ പകലായിട്ടൊരു കണ്ടേ അല്ല, ഇപ്പോൾ വൈകുന്നേരമാണ് എന്ന് കണ്ടാൽ പോയില്ലേ? അപ്പം നിങ്ങളിവിടെ കാറ്റ് കൊള്ളാൻ ഇറങ്ങൂലേ? അപ്പം തീർത്ത് പറയാം, കൂട്ടിക്കെട്ടൽ തൽക്കാലം നടക്കൂല. ഇപ്പം അതിനുള്ളൊരു സാഹചര്യം ഇല്ലല്ലോ. അപ്പോൾ ബിനോയ് സഖാവിൻ്റെ ആഗ്രഹം നടക്കാൻ വേണ്ടി CPI നയം മാറ്റുമോ? CPIMും ബാലൻ സഖാവും ഒക്കെ നിലപാട് തിരുത്തി കീറി പറയാത്ത രീതിയിൽ ഇത് കൂട്ടിക്കെട്ടുമെന്നൊക്കെ കാത്തിരുന്ന് കാണാം.